ചൈന ഗ്രാസും ജെലറ്റിനും ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വായിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 കപ്പ് നല്ല തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയുടെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റായി വന്നാൽ പിന്നെ നമുക്കിത് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ നിന്ന് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഞാനിവിടെ വേറൊരു പാനിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ വേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതാ ഈ ഒരു പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കിയിട്ടിട്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഇളക്കൽ നിർത്താൻ പാടില്ല കേട്ടോ. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവറാണ് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഏത് പാത്രത്തിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ സേമിയ ഉണ്ടല്ലോ, വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സേമിയയിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരേ കനത്തിലൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അടിയിൽ ഒരുപാട് കനം വേണ്ട കേട്ടോ. ചെറുതായിട്ടൊരു തിന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിതാ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ബ്രെഡാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള മോൾഡ് ആയതുകൊണ്ട് തന്നെ ബ്രെഡ് നമുക്ക് ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് നിരത്തി എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കോൺഫ്ലവറും കൊക്കോ പൗഡറൊക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള മുഴുവൻ സേമിയയും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ടൊരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. കംപ്ലീറ്റ് ഒന്ന് തണുത്ത് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് രാത്രി റെഡിയാക്കി വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പുഡിങ് തന്നെ ആയിരിക്കട്ടെ ഇത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്